പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഫെബ്രുവരിയിൽ നടന്ന LSS പരീക്ഷയുടെ EVS ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. മലയാളം, ഇംഗ്ലീഷ്, GK ഇത് ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട്. മക്കൾ അതും കൂടി കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകാം കേട്ടോ. എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക, അതിന് എത്ര മാർക്കാണ്, എത്രമാത്രം വിശദീകരിച്ച് എഴുതണം എന്നൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. പേപ്പർ സെക്കൻഡ്, പരിസര പഠനം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 4ാം ക്ലാസ്സിലെ ഒരു കുട്ടി തൻ്റെ അച്ഛൻ നൽകിയ വടക്കുനോക്കി യന്ത്രവുമായി വീട്ടിൽ നിന്നും വായനശാലയിലേക്ക് പുറപ്പെട്ടു. തൻ്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് ആശുപത്രിയുടെ മുന്നിലെത്തി. അവിടെ നിന്ന് 100 മീറ്റർ കിഴക്കോട്ട് നടന്നപ്പോൾ പോസ്റ്റ് ഓഫീസിനടുത്തെത്തി. അവിടെ നിന്ന് 50 മീറ്റർ തെക്കോട്ട് നടന്ന് വായനശാലയിലെത്തി. ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യണം. ഇത് 5 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അതിൽ എ, തന്നിട്ടുള്ള സൂചനയും സൂചികയും ഉപയോഗപ്പെടുത്തി ആശുപത്രി, പോസ്റ്റ് ഓഫീസ്, വായനശാല എന്നിവ വരച്ച് കുട്ടി സഞ്ചരിച്ച വഴി രേഖപ്പെടുത്തുക. വീട്ടിൽ നിന്നും കുട്ടി 50 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് ആശുപത്രിയുടെ മുന്നിലെത്തി. അതിനുശേഷം 100 മീറ്റർ കിഴക്കോട്ട് നടന്നപ്പോൾ പോസ്റ്റ് ഓഫീസിനടുത്തെത്തി. വീണ്ടും അവന് 50 മീറ്റർ തെക്കോട്ട് നടന്നപ്പോൾ വായനശാലയുടെ മുന്നിലെത്തി. തന്നിട്ടുള്ള കോളത്തിൽ തന്നെ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്ന ദിക്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചിഹ്നങ്ങളാണ് എഴുതേണ്ടത്. പേര് എഴുതിയിട്ട് കേട്ടോ, ചിഹ്നങ്ങൾ വരയ്ക്കണം. ബി ക്വസ്റ്റ്യന്: വീടിൻ്റെ ഏത് ദിശയിലാണ് വായനശാല? ഏത് ദിശയിലാണ്? വീടിൻ്റെ കിഴക്ക് ദിശയിൽ. വായനശാലയുടെ ഏത് ഭാഗത്താണ് ആശുപത്രി? വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. വിശാലമായൊരു ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഒരു കടലാസിൽ ചിത്രീകരിക്കുന്നതിന് പറയുന്ന പേര്? ആൻസർ ഭൂപടം. രണ്ടാമത്തെ ക്വസ്റ്റ്യന്: അമ്പിളിയെ തൊട്ട് ചന്ദ്രയാൻ 3. തിരുവനന്തപുരം 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷകളുമായി ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രോപരിതലം തൊട്ടു. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കു ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഇതുവരെ ഒരു ചാന്ദ്ര ദൗത്യവും കടന്നു ചെന്നിട്ടില്ലാത്ത ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ് വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. 2023 ആഗസ്റ്റ് 23 വൈകുന്നേരമാണ് ലാൻഡിംഗ് നടന്നത്. മുകളിൽ നൽകിയിട്ടുള്ളത് ഒരു പത്രവാർത്തയാണ്. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് ചന്ദ്രയാൻ 3. ഈ ക്വസ്റ്റ്യൻ വായിക്കുക. അതിൽ എ, ചന്ദ്രൻ്റെ ഏത് ഭാഗത്താണ് ചന്ദ്രയാൻ 3 ഇറങ്ങിയത്? ദക്ഷിണ ധ്രുവം. ഭൂമി ഒരു പരിക്രമണത്തിന് എടുക്കുന്ന സമയം? ഭ്രമണവും പരിക്രമണവും മാറരുത് കേട്ടോ. ആൻസർ എന്താണ്? 365 ദിവസം. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദിവസത്തിൻ്റെ പേരെന്ത്? ആൻസർ അമാവാസി. നടുവിൽ, അതായത് സൂര്യൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ ചന്ദ്രൻ വന്നാൽ അത് കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസിയാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ഇങ്ങനെയൊക്കെ ഇതാ: ഭൂമിയുടെ ഏത് സ്ഥലത്തുള്ളവരെയും നമുക്ക് ഫോണിൽ സംസാരിക്കാൻ സാധിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലുള്ള വാർത്തകൾ നമുക്ക് അറിയാൻ കഴിയുന്നു. ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇപ്പോൾ ഭൂപട നിർമ്മാണത്തിന് അതേത് ഉപഗ്രഹമാണ്? കാർട്ടോസാറ്റ്. ഓഷ്യൻ സാറ്റ് സമുദ്ര പഠനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഏതാണ്? ആദിത്യ L1. ഒരുപാട് കൃത്രിമോപഗ്രഹങ്ങളുണ്ട് അല്ലേ? അത് നമ്മുടെ EVSൽ യൂണിറ്റ് 6 മാനത്തേക്ക് എന്നുള്ള പാഠഭാഗത്തിൽ ആ യൂണിറ്റിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. മക്കളെ, നമ്മുടെ ചാനലിൽ LSSൻ്റെ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് കേട്ടോ. എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാലേ തുടർന്നുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പരീക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? എക്സാം ഫെബ്രുവരി 27 വ്യാഴാഴ്ചയാണ്. മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യന് 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. LSSനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകാം. അതിന് എന്തെങ്കിലും LSSനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, മാർക്കിനെ പറ്റിയ സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. ആൻസർ ബി ആണ്, 52 സെക്കൻഡ്. നാലാമത്തെ ചോദ്യം: ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നത് താഴെ പറയുന്ന ഏത് ചുമതലയാണ്? ആൻസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഒരു വിദ്യാലയത്തിലെ കുട്ടികൾ പഠനയാത്രയുടെ ഭാഗമായി സാരാനാഥിലെത്തി. അശോകസ്തംഭം കണ്ട കുട്ടികൾ അതിൽ കൊത്തിവെച്ചിട്ടുള്ള ഏതെല്ലാം മൃഗങ്ങളുടെ രൂപങ്ങൾ കണ്ടിട്ടുണ്ടാകും? ആൻസർ സിംഹം, ആന, കുതിര, കാള. കുട്ടികൾ കൺഫ്യൂഷനായിട്ട് കടുവ എഴുതിയേക്കും. കടുവ ദേശീയ മൃഗമാണ്. ആറാമത്തെ ക്വസ്റ്റ്യന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഡി, പ്ലാവ്. മറ്റതൊക്കെ നാരുവേരാണ്, പ്ലാവ് താഴ്വേരാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കണം. ശരിയായ ജോഡിയല്ല. ബലമേറിയ പിൻകാലുകൾ തവള, ചർമ്മബന്ധിതമായ വിരലുകൾ താറാവ്,
ശ്വസിക്കാൻ സഹായിക്കുന്ന ശൽക്കങ്ങൾ മത്സ്യം. ഡി. ഇലയിൽ മെഴുകുപോലുള്ള ആവരണം താമര. ആൻസർ ഏതാണ്? തെറ്റായ ജോഡി. ശ്വസിക്കാൻ സഹായിക്കുന്ന ശൽക്കങ്ങൾ മത്സ്യം. ഇതൊക്കെ ശരിയായ ജോഡിയാണ് അല്ലേ. ശൽക്കങ്ങളും ശകുലങ്ങളും ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശകുലങ്ങളാണ് ചെകിളപ്പൂക്കൾ, അതാണ് ശ്വസിക്കാൻ സഹായിക്കുന്നത്. താഴെ പറയുന്നവയിൽ കടൽ തീരങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ശരിയായ കൂട്ടമേത്? ആൻസർ ബി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ. 9ാമത്തെ ക്വസ്റ്റ്യന്. രാജ്യസുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനുമെല്ലാമായി എപ്പോഴും ഉണർന്നിരിക്കുന്ന ഞാൻ ഒരു ആശയവിനിമയോപാധിയാണ്. ഞാൻ ആരാണെന്ന് പറയാമോ? ആൻസർ വാക്കി ടോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാമ്പ് കടിയേറ്റാൽ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടതുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്ന് ശരിയായ പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടുന്നില്ല. അത് ഏതാണ്? ആൻസർ എ. കടിയേറ്റ ഭാഗം ഉയർത്തി വെക്കണം. 11. അടപ്പില്ലാത്തൊരു കുപ്പിയെടുത്ത് അതിൻ്റെ അടിഭാഗം മുറിച്ചു മാറ്റുക. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു ബലൂൺ ഘടിപ്പിക്കുക. കുപ്പിയുടെ താഴ്ഭാഗം ബക്കറ്റിൽ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കുത്തനെ താഴ്ത്തുന്നു. ബലൂണിനുണ്ടാകുന്ന മാറ്റത്തിന് കാരണം എന്ത്? ആൻസർ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. തുള്ളൽ എന്ന കലാരൂപത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? തുള്ളൽ 3 വിധമുണ്ട്. ഓട്ടം തുള്ളൽ, പറയൻ തുള്ളൽ, ഡാഷ്. ആൻസർ ശീതങ്കൻ തുള്ളൽ. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടോ. എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മാത്സിൻ്റെ ചോദ്യപേപ്പർ ഉടനെ വിടാം കേട്ടോ. ഓക്കെ, താങ്ക് യു.